നമുക്കൊപ്പം അതിഥിയായി സിനിമാ താരം ബിജു പപ്പൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ ബിജു പപ്പൻ. ഗുഡ് മോർണിംഗ്. സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള പരുക്കൻ കഥാപാത്രങ്ങൾ ചെയ്താണ് താങ്കളെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ അതിൽ AMMA അല്ലെങ്കിൽ അമ്മ എന്ന താരസംഘടനയിലെ എല്ലാവരും ഒന്നിച്ച് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അതൊക്കെ ശരിയാണോ? ഇതിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ പരിഹരിക്കേണ്ടിയിരുന്നത്? ഇല്ല, ഒരു മുഴുവനായി രാജിവെച്ചതിൻ്റെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയില്ല. ഞാൻ അമ്മയിലൊരു 20 വർഷത്തോളമായി അംഗമായിട്ട് അമ്മയിൽ 502ഓളം ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഈ ഒരു സംഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനിയിപ്പോൾ 2 മാസത്തേക്ക് ഒരു ഹഡ്കോ കമ്മിറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആർക്കാണ് ചുമതല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണമായിരുന്നു. പക്ഷെ ലാലേട്ടനെ സംബന്ധിച്ച് ഇവരെല്ലാം കഴിഞ്ഞ 10, 40, 50 വർഷമായി ലൈവായി നിൽക്കുന്നവരാണ്. അത് അവർക്ക് ദൈവസാന്നിധ്യമുള്ളവരാണ്, നല്ല നടനാണ്, എല്ലാം ശരിയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു ക്രൈസിസുകളൊക്കെ വരുമ്പോൾ അവർക്ക് മാനസികമായുള്ള ബുദ്ധിമുട്ടുകളും വിഷമവും അവർക്ക് വന്നു കാണും. ഇല്ലെങ്കിൽ ലാലേട്ടനെ പോലുള്ള ഒരാളൊന്നും ഇങ്ങനെ പ്രതികരിക്കാതെ റിസൈൻ ചെയ്ത് പോവില്ല എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ശ്രീ ബിജു പപ്പൻ മോഹൻലാലുമായി ഒന്നിച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് താങ്കൾ. അവരുമായിട്ടുള്ള അടുപ്പമൊന്നും ഒരിക്കലും മറ്റേതെങ്കിലും കാര്യങ്ങൾക്കായി ഉപയോഗിക്കാത്ത ആളുമാണ് താങ്കൾ എന്നാണ് ഞാൻ സിനിമാ മേഖലയിൽ നിന്ന് കേട്ടിട്ടുള്ളത്. പക്ഷേ താങ്കൾക്കടക്കം പല സിനിമകളിലും താങ്കൾ ഒരു ട്രബിൾ മേക്കറാണ്, വിളിച്ചാൽ ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ പലരും താങ്കളുടെ അവസരങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചതായും കേട്ടിരുന്നു. താങ്കൾ തന്നെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുൻപാണ് ഞാൻ കേട്ടിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മലയാള സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അല്ല, അത് ഇപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മളെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന പോലെ ഇപ്പോൾ ഒരു കഥ ഒരു റൈറ്റർ എഴുതി കഴിയുമ്പോൾ അയാൾ എഴുതുന്ന സമയത്ത് ഓരോ കഥാപാത്രത്തെയായിട്ട് അയാൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസറുമായി ചർച്ച ചെയ്ത് ഡയറക്ടറുടെ അടുത്തും വരുമ്പോൾ അയാളെ മനസ്സിൽ ഈ കഥാപാത്രം ഇന്ന ആൾ ചെയ്യണമെന്ന് പറഞ്ഞ് അതൊരു നായകൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നായകനാണ് അവിടെ പിന്നെ വാല്യൂ. അപ്പോൾ നായകന്മാരിൽ പല നായകന്മാരും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഇടപെടില്ലെങ്കിലും ചിലർ ഇടപെടും. അവരെയൊക്കെ കണ്ടുമടുത്തു, ഇനി അവർ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവരും 10, 40, 50 വർഷമായിട്ട് അല്ലെങ്കിൽ 10, 20 വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷമായിട്ടൊക്കെ ലൈവായി നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ ആളിന് പകരം ഇന്ന ആളിനെ വെച്ചുകൂടെ, ഈ ആ ആൾ വേണ്ടെന്ന് പറയുമ്പോൾ അവിടെ റൈറ്ററിന് യാതൊരു പ്രസക്തിയും ഇല്ലാതെ വരും. അയാൾ എഴുതുന്ന സമയത്താണ് അയാളുടെ മനസ്സിൽ ഇത് ഇന്ന ആൾ ചെയ്യണമെന്നൊരു ആഗ്രഹം അയാൾക്ക് തോന്നി. അത് അയാൾ ഡയറക്ടറുടെ അടുത്ത് പറയുമ്പോൾ ഡയറക്ടർ പറയും ഓക്കെ, അയാൾ അതിന് കൊള്ളാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ മെയിൻ റോള് ചെയ്യുന്ന ആളിന് ആ ആളിൻ്റെ അടുത്ത് താല്പര്യമില്ല എങ്കിൽ ആ ആൾ ആ സമയം ഒഴിവാക്കപ്പെടും. നാളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം അമ്മയിൽ തന്നെ താങ്കൾ അങ്ങനെ പലതവണ ഒഴിവായിട്ടുണ്ടോ? അല്ലല്ലേ, എൻ്റെ അടുത്ത് ഡയറക്ടർ വിളിച്ച് പറഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ആ വേഷം കിട്ടാതിരുന്നിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് വിഷമമില്ല. കാരണം ഇതിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ 502ഓളം അംഗങ്ങളുള്ള അമ്മയിൽ മുമ്പ് ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു വലിയ വീടുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ അകത്ത് ഗൃഹനാഥൻ കാണും, ഡ്രൈവർ കാണും, ഗാർഡനർ കാണും, ഒട്ടേറെ ആളുകൾ കാണും. അതെല്ലാം ആർട്ടിസ്റ്റുകളായിരുന്നു. അവരെല്ലാം ഇപ്പോൾ പണിയില്ലാതെ അവർക്ക് ദൈനംദിന കാര്യങ്ങൾ പോലും നടക്കാതെ വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവർക്ക് ഈ പെൻഷൻ പോലുള്ള ഇപ്പോൾ അമ്മ സംഘടന ലൈവായി നിൽക്കുന്നത് കൊണ്ട് അവരുടെ സഹായം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നവരാണ് അവരെല്ലാം. അപ്പോൾ അവർക്കും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അവർക്കുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവസരങ്ങൾ കിട്ടിയാൽ അവരെ വീട്ടുവാടക കൊടുക്കും, അവരെ ദൈനംദിന കാര്യങ്ങൾക്കും അവരെ കുട്ടികളുടെ ഫീസും മുമ്പ് ഇതെല്ലാം അവർ വീട്ടിൽ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ നിന്നും അവർക്ക് പണിയില്ലാതിരിക്കുന്നു. അവർക്കൊരു മോശം അവസ്ഥയിലൂടെയാണ് ഇവരെല്ലാം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ എൻ്റെ അടുത്ത് വോട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അമ്മയ്ക്കൊരു വീട് വേണം. കാരണം TP മാധവനെ പോലുള്ള ആൾക്കാർ ഗാന്ധി ഭവനിലാണ് കിടക്കുന്നത്. അമ്മയ്ക്കൊരു വീട് വേണം, ആ വീട് സംവിധാനത്തിന് വേണ്ടി നിങ്ങളെല്ലാം മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം അതിന് തയ്യാറായാണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരും, നല്ല ഭാരവാഹികൾ വരട്ടെ, അങ്ങനെയുള്ള സംവിധാനങ്ങളും കൂടെ ചെയ്തു പോയാൽ എനിക്ക് കിടക്കാനൊരു സ്ഥലമുണ്ട് എന്ന് ആ വീട്ടിൽ ആ ആൾ പറയുമ്പോൾ അയാൾക്ക് അവിടെ ഒരു വാല്യൂ ഉണ്ടാവും. അതും ഉണ്ടാവട്ടെ. ഈ പറയുന്ന ക്രൈസിസ് എല്ലാം അമ്മയ്ക്ക് മാറണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. പുതിയ ഭാരവാഹികളെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും അല്ലാത്ത ഒരു ഭാരവാഹിയെക്കുറിച്ച് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. കാരണം ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഇടത് കൈയും വലത് കൈയും ആയിരുന്നു ലാലേട്ടനും മമ്മൂക്കയും. ഇന്നസെൻ്റ് ഏട്ടന് ശേഷം
ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകണം. കാരണം ഇവർക്കെല്ലാം വളരെ തിരക്കുള്ളവരാണ്. ഈ തിരക്കിനിടയിലും ഈ പറയുന്ന പാവങ്ങളുടെ കാര്യം, ഈ സംഘടനയ്ക്കകത്ത് ഉള്ള ഈ രോഗമുള്ള ആളുകളുടെ അവസ്ഥ, അവർക്ക് അല്ലാതെയുള്ള അവസ്ഥ, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതെല്ലാം ഈ കോവിഡ് വന്ന സമയത്തൊക്കെ നേരിട്ട് പരിഹരിച്ചിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇല്ലാതെ ഒരു പുതിയ തലമുറയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല.